ഞാൻ താങ്കളെ എങ്ങനെയാണ് ഹലോ സഹായിക്കുന്നത്? ഹലോ, പറയൂ. ഞാൻ ഇതിൽ 100 രൂപയുടെ കാർഡ് എത്തിക്ക് അതിലിപ്പോ പൈസ കാണില്ലല്ലോ. ശരി, താങ്കളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയായ ശേഷം പറഞ്ഞുതരാം. ബാലൻസ് പോയ ശേഷം കോളോ മെസ്സേജോ മറ്റു ഫോണിൽ കിട്ടിയോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ആ 30 രൂപ റീചാർജ് ചെയ്താൽ കിട്ടുന്നത് 23.09 പൈസയാണ്. ആ 30 രൂപയ്ക്ക് റീചാർജ് ചെയ്തല്ലേ 30 അല്ല 100 100. 100 രൂപയ്ക്കാണോ റീചാർജ് ചെയ്തത്? ആ എന്നിട്ട് പൈസ ഫോണിലില്ലെന്നോ? ആ ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ എത്ര വിളിക്കോ നോക്കുമ്പോ വെറുതെ ബാലൻസ് ചെക്ക് ചെയ്തേരാ കണ്ടേ. ഞാൻ എന്നാക്കണ്ടേ? സോറി സർ, താങ്കളുടെ നമ്പർ ഞാനൊന്ന് പറയാം. ആ 9846415262. സോറി 65. ശരിയാണോ? ആ ശരിയാ. എന്നുള്ള പേരാണോ സിമ്മ്? ആ ദയവായി ക്ഷമിക്കണം സർ, ഈ റീചാർജ് ഫോണിലേക്ക് നടന്നിട്ടില്ല. എവിടെയാണോ ഇല്ലാന്ന് റീചാർജ്? ഞാൻ ചെയ്തതാ. സർ, കൂപ്പൺ ആണോ ഈസി ആണോ ചെയ്തത്? ഞാൻ കൂപ്പണ് ഞാൻ തന്നെ വരണ്ടിയല്ലേ. ശരി, കൂപ്പൺ കയ്യിലിരിപ്പുണ്ടോ? അതന്ന് കാര്യം വെച്ചിട്ട് ഞാനങ്ങനെ അടിക്കാം എനിക്ക്. കളഞ്ഞോ? ആ റീചാർജ് കേറിയില്ല. ഞാനിപ്പോ ആക്കണ്ട, ഞാൻ നിങ്ങൾ റെഡിയാന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ചാടിക്കളഞ്ഞു. നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞ ഞാൻ എവിടെയെങ്കിലും ആ കൂപ്പൺ കിടപ്പുണ്ടോ എന്ന് നോക്കൂ. ഞാനത് ടൗണിൽ റീചാർജ് ചെയ്തിട്ട് അത് ആടെ തന്നെ അവിടെ ഇട്ടതാ. തന്നെ കളഞ്ഞിട്ട് പോന്നോ? ഞാനിപ്പം പൊരേ കിടന്ന് ഉറങ്ങുമ്പോ നോക്കി ഇപ്പൊ ഒരു ചങ്ങനെ പണിക്ക് വിളിക്കുന്നേനു. അന്നേരം അത് നോക്കുന്നേ. ഞാനിപ്പോ ആക്കണ്ടേ? സർ, നമ്മൾക്ക് ഇപ്പൊ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെന്താ ഞാനെങ്ങനെ ഇപ്പൊ മറ്റേ വിളിക്കുക അതന്നെ നിങ്ങൾ പറ. ദയവായി ക്ഷമിക്കണം സർ, ഞാനിങ്ങനെ പറഞ്ഞ താങ്കൾക്ക് എന്താ പറഞ്ഞു തരിക? റീചാർജ് കയറാത്ത കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. താങ്കളാണെങ്കിൽ ആ കൂപ്പൺ കൊണ്ട് കളയുകയും ചെയ്തു. കാര്യം വെച്ച് കളഞ്ഞാലേ ഞാൻ ഇപ്പൊ കൂപ്പൺ ശേഖരിക്കുന്ന ഇതൊന്നും എനക്കില്ല. ഞാൻ കാര്യം വെച്ചാൽ ഞാൻ കളഞ്ഞു. ഇപ്പൊ ഞാൻ എന്താക്കണ? ദയവായി ക്ഷമിക്കണം സർ, താങ്കളുടെ മൊബൈൽ നമ്പർ ചന്ദ്രി എന്നുള്ള പേരിലല്ലേ എടുത്തിരിക്കുന്നത്? ആ നമ്പറിൽ റീചാർജ് ആയിട്ടില്ല. താങ്കളുടെ മൊബൈൽ നമ്പറും പേരും ഒക്കെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ആ നമ്പറിൽ എല്ലാ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അതിൽ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് റീചാർജ് ഞാൻ നോക്കും. ഇന്ന് നോക്കിയാ കണ്ടേ. എന്താ ഞാൻ നോക്കിയില്ല. കാര്യം നേർക്ക് നോക്കി നോക്കുന്നു സാർ, ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് സാറിനോട് പറയുന്നത്. ഇതിലേക്ക് അങ്ങനെ ഒരു റീചാർജ് കയറിയിട്ടില്ല. സത്യ അതുകൊണ്ട് നമുക്ക് ഈ ഒരു എന്താണ് സത്യാണോ? സാർ, തീർച്ചയായിട്ടും റീചാർജ് കയറിയിട്ടില്ല കേട്ടോ. എന്നാലേ ഏപ്രിൽ ഫൂൾ പറ്റിച്ചേ. ഓക്കെ ഓക്കെ, ആദ്യമായിട്ടാ പൂളന്നെ? തീർച്ചയായിട്ടും ഒരു കസ്റ്റമറുടെ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. സന്തോഷം. ഇത് ഞാൻ കൊല്ലത്തിൽ വിളിച്ചിറങ്ങാനായിട്ട് ഓർമ്മ ചോദിക്കണ്ട. ഓക്കെ സർ, ഇവിടെ വിളിച്ചതിൽ നന്ദിയുണ്ട്. ശുഭദിനം. ഓക്കെ.